സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ റോഡ് ട്രിപ്പ്. എഴുതിയത് ജെയിൻ ജോസഫ്. കുറേ നേരമായി എതിരെ ഒരു വണ്ടിയെങ്കിലും വന്നിട്ട്. ഞങ്ങൾക്കു വേണ്ടി മാത്രമെന്ന പോലെ ഒഴിഞ്ഞുകിടക്കുന്ന ഹൈവേ 290. വെളുപ്പിന് 5 മണിക്ക് പുറപ്പെട്ടതാണ്. വെളിച്ചം വന്നപ്പോഴേക്കും നഗരത്തിൻ്റെ അതിർത്തികൾ കടന്നിരുന്നു. റോഡിൻ്റെ ഇരുവശത്ത് ഓക്കുമരങ്ങൾ നിറഞ്ഞ കാടുപോലെ തോന്നിക്കുന്ന പ്രദേശം. അതിനിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി ഇടയ്ക്കിടെ തല കാണിക്കുന്നുണ്ട്. പുറകിലേക്ക് വെള്ള ലൈംസ്റ്റോൺ കുന്നുകൾ. റോഡിൻ്റെ വശങ്ങളിലും പുൽമേടുകളിലും ബ്ലൂ ബോണറ്റ് ചെടികൾ നീല പൂക്കൾ നിറച്ചു നിൽക്കുന്നു. അവിടെയായി തല പൊക്കി തുടങ്ങിയിരുന്ന ഇന്ത്യൻ പെയിന്റ് ബ്രഷിൻ്റെ ചുവപ്പ് കലർന്ന ഓറഞ്ച് പൂക്കൾ. വസന്തത്തിൻ്റെ തുടക്കമാസങ്ങളായ ഏപ്രിലും മേയുമാണ് ടെക്സസിലെ ഹിൽ കൺട്രി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് കാട്ടുപൂക്കളുടെ ഉത്സവം. റോഡിൻ്റെ വലതുവശത്ത് വിശാലമായ പുൽമേട്ടിൽ പശുക്കളുടെ വലിയ കൂട്ടം. വശങ്ങളിലേക്ക് നീണ്ടു വളഞ്ഞ കൊമ്പുള്ള ലോങ് ഹോൺ പശുക്കളാണ് കൂടുതലും. ചിലർ പുല്ലു തിന്നുന്നത് നിർത്തി തല ഉയർത്തി റോഡിലേക്ക് നോക്കുന്നുണ്ട്. തടിവേലി കൊണ്ട് തിരിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗത്ത് കുതിരകൾ. കുതിരകൾക്ക് പിറകിലായി ചുവന്ന പെയിൻ്റടിച്ച വലിയൊരു ബാൺ. റോഡിൽ നിന്ന് കാണാവുന്നിടത്തു നിന്നും കുറച്ചു മാറി ഒരു വീടുമുണ്ടാവും. ചുറ്റുവരാന്തയുള്ള വെള്ള ചുണ്ണാമ്പു കല്ലുകളും തടിയും കൊണ്ടുള്ള ഒറ്റ നില വീട്. ഒരു ക്ലാസിക് ടെക്സൻ റാഞ്ച്. ഈ പ്രദേശമെല്ലാം റാഞ്ചുകളാണ്. കൗബോയ്കളുടെ നാട്. അമേരിക്കൻ ജീവിതത്തിൽ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് റോഡ് ട്രിപ്പ്. എത്ര വിഷമിച്ചിരിക്കുമ്പോഴും ഒരു നീണ്ട യാത്ര പോയി തിരിച്ചു വരുമ്പോഴേക്കും റീസെറ്റ് ബട്ടൺ അമർത്തിയതുപോലെയാണ്. പക്ഷേ ഈ യാത്രയെ എങ്ങനെയാവും ഞങ്ങളുടെ മനസ്സ് അടയാളപ്പെടുത്തുക? 5 മണിക്ക് തന്നെ പുറപ്പെടണമെന്ന് മാത്യു കിടക്കുന്നതിനു മുൻപ് ഓർമ്മിപ്പിച്ചിരുന്നു. 4:30 ആയപ്പോഴേക്കും ഞാൻ റെഡിയായി. ആദ്യമായാണ് ഒരു യാത്രയ്ക്ക് ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് പുറപ്പെടുന്നത്. 9 മണിക്കൂറെങ്കിലും എടുക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ. അടുത്ത എക്സിറ്റിൽ ഒരു കോഫി ബ്രേക്ക് എടുക്കാം. മാത്യു കാർ വലതുവശത്തെ ലെയിനിലേക്ക് മാറ്റി. ധൃതിയില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മതി. സാധാരണ റോഡ് ട്രിപ്പിൽ ടോയ്ലറ്റ് ബ്രേക്കുകളും ചായ സ്റ്റോപ്പുകളും കൂടുതൽ വേണ്ടത് എനിക്കാണ്. ഇന്ന് പക്ഷേ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. ഹൈവേയിൽ നിന്ന് കാർ എക്സിറ്റ് റാമ്പിലേക്ക് ഇറങ്ങി. മരങ്ങളിൽ പച്ച പൊട്ടുകളായി വസന്തം അടുത്തെത്തിയതിൻ്റെ അടയാളങ്ങൾ. കടകളൊന്നും കാണാനില്ല. ഏതോ ഒരു ഗ്രാമപ്രദേശമാണ്. കോഫി എന്ന് വലുതായി എഴുതിയിരിക്കുന്ന ചെറിയ കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ മാത്യു കാർ നിർത്തി. എൻ്റെ ആവശ്യം ബാത്റൂമിൽ പോവുക എന്നത് മാത്രമാണ്. നല്ല വൃത്തിയുള്ള ചെറിയ ടോയ്ലറ്റ്. വാഷ് ബേസിനിൻ്റെ അരികിലിരിക്കുന്ന വേസിൽ നിറയെ പ്ലാസ്റ്റിക് പൂക്കൾ. ഭിത്തിയിൽ ഒരു കുട്ടി പെയിന്റ് ചെയ്തതെന്ന് തോന്നിക്കുന്ന ചിത്രം. 2 കുതിരകൾ, കറുത്തതും വെളുത്തതും. മാത്യു കാപ്പിയുമായി കാത്തുനിൽക്കുന്നുണ്ട്. ടീ ബാഗ് ചൂടുവെള്ളത്തിൽ മുക്കിപ്പൊക്കി പഞ്ചസാരയും പാലും ചേർത്ത് രുചിച്ചു നോക്കി. മുന്നിട്ടു നിൽക്കുന്നത് കയ്പാണ്. 6 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നല്ലേ പറഞ്ഞത്? ലബക്ക് എത്താൻ ഏതാണ്ട് 2 മണിക്കൂർ കൂടി മതി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മാത്യു കാർ സ്റ്റാർട്ട് ചെയ്തു. മാത്യുവിൻ്റെ ജീവിതം മണിക്കൂറുകൾ അളന്നുമുറിച്ചുള്ള പ്ലാനിങ്ങിലാണ് നീങ്ങുന്നത്. കല്യാണം കഴിക്കുന്നത് വരെ സ്വതന്ത്ര ആത്മാവായിരുന്നു ഞാൻ. പക്ഷേ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ അടുക്കും ചിട്ടയുമായി ഞാനും പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും മാത്യുവിൻ്റെ പഞ്ചവത്സര പദ്ധതിയിൽ ഇങ്ങനെയൊരു പിഴവ്. വേറൊരവസരത്തിലാണെങ്കിൽ മാത്യുവിനെ കളിയാക്കാനായി ഞാൻ ഇത് ഉപയോഗിച്ചേനെ. മാത്യു പറഞ്ഞ സമയക്കണക്ക് ഇന്നലെ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതെടുത്തില്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. ബുക്ക് ചെയ്യട്ടെ? മറുപടി വൈകിയപ്പോൾ ഫോണിൽ കൂടി അക്ഷമ കാണിച്ച നഴ്സിനോട് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തോളൂ എന്ന് ഞാനാണ് പറഞ്ഞത്. മാത്യു ആകെ ഒരു കൺഫ്യൂസ്ഡ് മാനസികാവസ്ഥയിലായിരുന്നു. 2 മണിക്കെങ്കിലും എത്തുന്ന രീതിയിൽ ബ്രേക്ക് ഉൾപ്പെടെ ഡ്രൈവിംഗ് സമയം കണക്കാക്കിയാണ് 5 മണിക്ക് തന്നെ പുറപ്പെട്ടത്. എല്ലാം കൂടി ഒരു 3 മണിക്കൂർ അവിടെ വേണ്ടിവരും എന്നാണ് നേഴ്സ് പറഞ്ഞത്. സ്വർണ്ണ നിറത്തിൽ പരന്നു കിടക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ മുമ്പിൽ. കുന്നുകളും താഴ്വാരങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. ഉയരമുള്ള മരങ്ങൾ കാണാനേയില്ല.
കുറ്റിച്ചെടികളും മഞ്ഞ പുൽപ്പരപ്പും മാത്രം. വലിയ സിലിണ്ടറുകളാക്കി ചുരുട്ടിവച്ചിരിക്കുന്ന ജാം റോളുകൾ പോലെ തോന്നിക്കുന്ന കച്ചിത്തുറുക്കൾ അവിടവിടായി കാണുന്നുണ്ട്. വിശാലമായ ആകാശം നിറയെ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ. കുറ്റിച്ചെടികൾക്കിടയിൽ കുനിഞ്ഞുനിന്ന് പുല്ലുതിന്നുന്ന കുതിരകളെപ്പോലെ കാണുന്നത് പമ്പ് ജാക്കുകളാണ്. ഭൂമിയുടെ അന്തരാളങ്ങളിൽ നിന്ന് എണ്ണ വലിച്ചെടുത്ത് ദാഹം തീർക്കുന്ന ഇരുമ്പ് കുതിരകൾ. ആ കാണുന്നത് പരുത്തിയാണെന്ന് തോന്നുന്നു. മാത്യു ഇടതുവശത്തേക്ക് ചൂണ്ടി. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ ചെടികൾ നിറയെ പഞ്ഞിപ്പൂക്കൾ വിരിയും. മഞ്ഞ് ശകലങ്ങൾ നിറഞ്ഞതുപോലെയുള്ള മനോഹരമായ കാഴ്ചയായിരിക്കും അത്. റോഡ് ട്രിപ്പുകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇഷ്ടം പോലെ സംസാരിക്കാൻ സമയം കിട്ടുന്നു എന്നതാണ്. ഇതുപോലെയുള്ള നീണ്ട കാർ യാത്രയിലാണ് പലപ്പോഴും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ട്രിപ്പിൽ എത്ര കുറച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വിഷയങ്ങളൊക്കെ തീർന്നു പോയതുപോലെ. ദൂരെ മേഘങ്ങളെ അടരുകളായി മുറിച്ചു കൂട്ടുന്ന വലിയൊരു പങ്ക. ഒന്നല്ല, വരിവരിയായി അനേകം പങ്കകൾ. പങ്കകളുടെ കൃഷിയിടം. കഴിഞ്ഞ വർഷം ഇതുവഴി വന്നതോർക്കുന്നു. ഇത്രയും വിൻഡ് ടർബൈനുകൾ ആദ്യമായി കാണുകയായിരുന്നു. മനസ്സിനെ ധ്യാനാത്മകതയിലേക്ക് നയിക്കാനുള്ള കെൽപ്പുണ്ട് മെല്ലെ തിരിയുന്ന ഈ വെള്ളപ്പങ്കകൾക്ക്. റോഡിൽ വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ലബക്ക് എത്താറായി കാണും. ബ്രേക്ക്ഫാസ്റ്റിനായി ഗൂഗിളിൽ തിരഞ്ഞ് ഒരു മക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടെത്തി. ഒരു സാൻഡ്വിച്ചിൻ്റെ പകുതി കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. ഞങ്ങളിപ്പോൾ ടെക്സസിൻ്റെ ബോർഡറിനോടടുക്കുന്നു. സ്വർണവർണ്ണങ്ങൾ മറഞ്ഞ് ചുവന്ന ഭൂമി പ്രത്യക്ഷമായിരിക്കുന്നു. എത്ര വേഗമാണ് ഭൂപ്രകൃതി മാറുന്നത്. ദൂരെ വെൽക്കം ടു ന്യൂ മെക്സിക്കോ എന്ന ബോർഡ് ഇപ്പോൾ എനിക്ക് കാണാം. സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന മാത്യുവിൻ്റെ കൈയിലേക്ക് എൻ്റെ കൈകൾ നീണ്ടു. മാത്യു എൻ്റെ കൈ നെഞ്ചോട് ചേർത്തു. സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അദൃശ്യമായ രേഖയിലൂടെ കാറിൻ്റെ ടയറുകൾ കയറിയിറങ്ങി. ഞങ്ങളിപ്പോൾ ന്യൂ മെക്സിക്കോ എന്ന അയൽ സംസ്ഥാനത്തിലാണ്. കഴിഞ്ഞ 8 മണിക്കൂർ വണ്ടി ഓടിച്ചത് ഈ അതിർത്തി കടക്കാനാണ്. ടെക്സസിൽ സാധ്യമാകാത്ത ഒന്നിനായി. വഴിയോര കാഴ്ചകൾ എൻ്റെ മനസ്സിനെ തെല്ല് ശാന്തമാക്കിയെങ്കിലും അകത്തുള്ള കുരുക്ക് മുറുകിത്തന്നെ കിടക്കുന്നു. ഞാൻ കാറിൻ്റെ വിൻഡോ കുറച്ചു താഴ്ത്തി. ഒരു തണുത്ത കാറ്റ് ഞങ്ങളെ രണ്ടുപേരെയും തഴുകി നേർത്ത് അപ്രത്യക്ഷമായി. ഒരു മരമോ ചെടിയോ കാണാനില്ല. ചുവപ്പ് നിറമുള്ള മലകൾ, ചുവന്ന താഴ്വാരം. അതിനിടയിൽ ആരോ കൊണ്ടിട്ടിരിക്കുന്ന മേശ പോലെയൊരു മല. മുകൾ ഭാഗം പരന്നതാണ്. കാറ്റും മഴയും അനേകായിരം തച്ച് പണിതുണ്ടാക്കിയ രൂപഭംഗിയുള്ള മേസ. മേശ എന്നു തന്നെ അർത്ഥമുള്ള സ്പാനിഷ് വാക്ക്. മേസകളുടെ എണ്ണം കൂടി വരുന്നു. ഭീമാകാരന്മാരായ മേഘങ്ങൾ അതിന് ചുറ്റുമിരുന്ന് ചായസൽക്കാരം നടത്തുന്നു. കണ്ണടഞ്ഞു പോകുന്നു. മാത്യു വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. പാർക്കിംഗ് ലോട്ടിൽ വളരെ കുറച്ച് കാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ചെറുപട്ടണത്തിൻ്റെ തീരെ ആകർഷകമല്ലാത്ത ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വച്ചതുപോലെ ഒരു ഇരുനില കെട്ടിടം. പുറത്ത് ബോർഡൊന്നും കാണാനില്ല. കെട്ടിടത്തിൻ്റെ നമ്പർ മാത്രമാണ് തിരിച്ചറിയാനുള്ള മാർഗം. ഒരറ്റത്താണ് പ്രധാന വാതിൽ. വാതിലിനപ്പുറത്ത് 5-6 പേർ കൂടി നിൽക്കുന്നു. മുദ്രാവാക്യം പോലെ എന്തോ അവർ ഉറക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് നോക്കണ്ട, മാത്യു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലൈഫ് ഈസ് പ്രഷ്യസ്, യു ആർ എ മർഡറർ. അവർ പിടിച്ചിരിക്കുന്ന സൈൻ ബോർഡിലെ വാചകങ്ങൾ ഒരു നിമിഷം എൻ്റെ കണ്ണുകളിലുടക്കി. അവർ പറയുന്ന ചില വാക്കുകൾ മാത്രം എൻ്റെ ചെവിയിൽ പതിച്ചു. ടേൺ എറൗണ്ട്, സേവ് ദാറ്റ് ലൈഫ്. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്നു, ശ്വാസം കിട്ടാത്തതുപോലെ. സെക്യൂരിറ്റി ജോലിക്കാരൻ കയ്യിലിരിക്കുന്ന പേപ്പറിൽ എൻ്റെ പേര് കണ്ടെത്തി അടയാളപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളെ അകത്തേക്ക് കയറ്റി. ഇളം പച്ച നിറമുള്ള ഭിത്തികൾ, ചെറുതെങ്കിലും ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന വെയിറ്റിംഗ് റൂം. മതിലിൽ പ്ലാൻഡ് പാരൻറ്ഹുഡ് എന്ന ബോർഡ്. ഞാൻ റിസപ്ഷനിലെ സ്ത്രീയുടെ അടുത്ത് പേര് പറഞ്ഞു. അവർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത ശേഷം പല താളുകളുള്ള ഒരു ഫോം എനിക്ക് തന്നു. ഞങ്ങൾ ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന 2 കസേരകളിലായി ഇരുന്നു. യാത്രയിലൊന്നും തോന്നാതിരുന്ന ക്ഷീണം എൻ്റെ ശരീരത്തിൽ പടരുന്നു. ഞാൻ മാത്യുവിൻ്റെ തോളിലേക്ക് മുഖം ചേർത്തു. കുറേ വർഷങ്ങളായി ശ്രമിക്കുന്ന PhD എന്ന സ്വപ്നത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. പ്രഗ്നൻസി ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല.
പക്ഷേ ആ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ടെക്സസിൽ എനിക്കില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ ആലോചനകളുടേത് മാത്രമായിരുന്നു. എവിടെ നിന്നാണ് എൻ്റെ മനസ്സിലേക്ക് ശരിതെറ്റുകളുടെ ഇത്രയധികം ചൂണ്ടുവിരലുകൾ നീണ്ടത്? ഞാൻ എന്തു തീരുമാനമെടുത്താലും കൂടെയുണ്ടാവുമെന്ന മാത്യുവിൻ്റെ വാക്കുകളും എന്നെ ആശ്വസിപ്പിച്ചില്ല. മെല്ലെ എല്ലാ സ്വരങ്ങളും നേർത്തില്ലാതായി. തെറ്റുകളെയും ശരികളെയും ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടു. എൻ്റെ ശരീരവും ഹൃദയവും ഈ യാത്രയ്ക്കായി ഒരുങ്ങി. മാത്യു എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുകൾ വാങ്ങി പൂരിപ്പിച്ചു തുടങ്ങി. മുറിയിൽ നിറഞ്ഞ നിശബ്ദത. ആരുമില്ലെന്ന് ആദ്യം തോന്നിയ വെയിറ്റിംഗ് റൂമിലുള്ള മറ്റാൾക്കാരെ ഓരോരുത്തരായി എനിക്കിപ്പോൾ കാണാം. എൻ്റെ എതിർവശത്ത് ഭിത്തിയോട് ചേർന്ന വരിയിലെ അറ്റത്തെ കസേരയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി. 20 വയസ്സ് പോലും തോന്നിക്കുന്നില്ല. ചെവിയിൽ വലിയ ഹെഡ്ഫോൺ, തല ഭിത്തിയോട് ചേർത്ത് വച്ചിരിക്കുന്നു. സ്വെറ്റ് പാൻസും ലൂസ് ഫുൾ കൈ ടീഷർട്ടുമാണ് വേഷം. അടുത്ത് മുഷിഞ്ഞ ഒരു ബാക്ക് പാക്ക്. കണ്ണുകൾ പകുതി തുറന്ന് തറയിലേക്കാണ് നോട്ടം. കൂടെ ആരെയും കാണുന്നില്ല. എൻ്റെ വലതുഭാഗത്ത് 2 സ്ത്രീകൾ. ഒരാൾക്ക് എൻ്റെ ഒപ്പമോ കുറച്ചുകൂടിയോ പ്രായമുണ്ടാവും. കൂടെയുള്ളത് അമ്മയാവും. അവർ തമ്മിൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. മാത്യു കയ്യിലിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചു. എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കണമെന്നുണ്ട്. ഇനിയും എത്ര നേരം? എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി. അകത്തേക്കുള്ള വാതിൽ തുറന്നു. നീല യൂണിഫോം ഇട്ട സ്റ്റാഫ് ഒരു വീൽ ചെയർ പുറത്തേക്ക് ഉന്തിക്കൊണ്ടുവരുന്നു. വീൽ ചെയറിലിരിക്കുന്ന സ്ത്രീ ക്ഷീണിതയാണ്. കറുപ്പ് കലർന്ന കൺതടങ്ങൾ. കൂടെയുള്ള പുരുഷന്റെ കയ്യിൽ ചെറുതും വലുതുമായി പല ബാഗുകൾ. അയാൾ ബാഗുകൾ ഞങ്ങളുടെ അടുത്തുള്ള കസേരയിൽ വെച്ചു. പിന്നെ സ്വരം താഴ്ത്തി അയാൾ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു, ഞാൻ പോയി കാർ കൊണ്ടുവരട്ടെ. BP കുറച്ച് ലോ ആണ്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നേരെ മുന്നിൽ പാർക്ക് ചെയ്യാം, സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി. അയാൾ വീൽ ചെയർ പുറത്തേക്ക് കൊണ്ടുവരും. വീൽ ചെയറിലിരുന്ന സ്ത്രീ മുഖമുയർത്തി. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കണ്ടു. അവർ മുഖം തിരിച്ചു. വാതിൽ തുറന്നു വന്ന നഴ്സ് എൻ്റെ പേര് വിളിച്ചു. ഇതിനപ്പുറത്തേക്ക് ബൈസ്റ്റാൻഡറിന് പ്രവേശനമില്ല. സർജറി റൂമിലേക്ക് പോകും വരെ മാത്യുവിന് കൂടെ നിൽക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. മാത്യു എന്നെ ചേർത്തു പിടിച്ച് നെറ്റിയിലും കവിളിലും ഉമ്മ തന്നു. എന്താണ് ഈ അവസരത്തിൽ പറയാനുതകുന്ന വാക്കുകൾ? ഉടനെ കാണാമെന്നോ, എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട എന്നോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞു. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? എനിക്ക് വീണ്ടും ദാഹിച്ചു. ഇളം മഞ്ഞ നിറമുള്ള കോറിഡോറിന്റെ അറ്റത്തേക്ക് നഴ്സിന്റെ പിന്നാലെ ഞാൻ നടന്നു. വീണ്ടും ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഭിത്തിയുടെ നിറം വെള്ളയാണ്, എനിക്ക് തണുക്കുന്നതുപോലെ. വലിയ ഒരു ഹാളിന്റെ ഇരുവശത്തും നീല നിറമുള്ള കേട്ടനുകൾ കൊണ്ട് തിരിച്ച ചെറിയ മുറികൾ. നഴ്സ് എനിക്ക് മാറാനായി ഗൗണും മുടി കവർ ചെയ്യാൻ ഷവർ ക്യാപ്പ് പോലൊരു തൊപ്പിയും തന്നു. അവർ കേട്ടനുകൾ അടച്ച് എനിക്കുള്ള മുറിയൊരുക്കി. ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറി എൻ്റെ കയ്യിലിരുന്ന വലിയ ബാഗിൽ വച്ചു. സ്വർണമാലയും വിവാഹമോതിരവും ഊരി ബാഗിൻ്റെ അകത്തുള്ള ചെറിയ പോക്കറ്റിലും. യൂറിൻ കളക്ട് ചെയ്യണം. ഹാളിൻ്റെ അറ്റത്തുള്ള ടോയ്ലറ്റ് ചൂണ്ടിക്കാട്ടി നഴ്സ് പറഞ്ഞു. എൻ്റെ ഗൗണിൻ്റെ പിൻഭാഗം കൂട്ടിപ്പിടിച്ച് ഞാൻ ടോയ്ലറ്റിലേക്ക് നടന്നു. കേട്ടൻ മുകളിലൊന്ന് തുറന്നു കിടക്കുന്നു. ഒരു യുവതിയുടെ തോളത്ത് പിടിച്ച് നഴ്സ് ആശ്വസിപ്പിക്കുന്നു. യുവതി കരയുകയാണെന്ന് തോന്നുന്നു. എനിക്ക് മുമ്പ് 2 പേർ കൂടിയുണ്ടെന്ന് IV തുടങ്ങുന്നതിനിടയിൽ നഴ്സ് പറഞ്ഞു. ഞാൻ ഊഴം കാത്തു കിടന്നു. മനസ്സിലേക്ക് വരുന്ന ചിന്തകളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഫോണിലേക്ക് പല പ്രാവശ്യം കൈകൾ നീണ്ടു. ഫോണും വസ്ത്രങ്ങളുമൊക്കെ വച്ച എൻ്റെ ബാഗ് നഴ്സ് ലോക്കറിലേക്ക് വച്ചിരുന്നു. അവർ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. കൗൺസിലറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നഴ്സുമാരുടെ സംസാരം എനിക്ക് വ്യക്തമായി കേൾക്കാം. നേരത്തെ ഞാൻ കണ്ട സ്ത്രീയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. സമ്മതം ഒപ്പിട്ടുകൊടുത്ത് ഈ നീലക്കേട്ടൻ മുറിയിലെത്തിയിട്ട് തിരിച്ചു പോകാൻ സാധിക്കുമോ? ഞാൻ കിടന്നിരുന്ന വീലുകളുള്ള കട്ടിൽ ഇപ്പോൾ ഇളമഞ്ഞ കോറിഡോറിലൂടെ സർജറി എന്നെഴുതിയ മുറിയിലേക്ക് ഉരുളുകയാണ്. ആ മുറിയുടെ നിറം എന്താവും? എന്നെ കാത്തുനിൽക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഞാൻ കാണുന്നു. അനസ്തേഷ്യസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനിടയിൽ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. നിങ്ങൾ റിക്കവറി റൂമിലാണ്, അരമണിക്കൂർ കഴിഞ്ഞാൽ പോകാം, ആരോ പറഞ്ഞു. കണ്ണുകൾ തുറന്നു പിടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. കാലുകൾ അനക്കാൻ നോക്കി, സാധിക്കുന്നില്ല. അരക്കെട്ടിലൂടെ അല്പാൽപമായി അറിഞ്ഞു തുടങ്ങുന്ന വേദന എന്നെ അനസ്തേഷ്യയിൽ നിന്ന് പൂർണ്ണമായി ഉണർത്തുന്നു.
ഭിത്തിയിൽ മഴവില്ലിൻ്റെ മനോഹരമായൊരു പെയിൻറ്റിംഗ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീൽ ചെയറിൽ മഞ്ഞ കോറിഡോറിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ മുമ്പിൽ വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെട്ടു. ഇളം പച്ച നിറമുള്ള മുറിയിൽ മാത്യു എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മാത്യുവിൻ്റെ കൈ പിടിച്ച് ഞാൻ പുറത്തേക്ക് നടന്നു. പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. നന്നായി ഇരുട്ടിയിരിക്കുന്നു. കുറച്ചു മുമ്പ് എപ്പോഴോ പെയ്ത ചാറ്റൽ മഴയിൽ നനഞ്ഞ ഭൂമിയുടെ ഗന്ധം നിറഞ്ഞ ഒരു തണുത്ത കാറ്റ് എന്നെ തൊട്ടു. ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.